ഇതുവരെ ഉണ്ണിമൂന്നിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ടീമൊക്കെ കറക്റ്റ് സമയം നോക്കി ഉണ്ണിമൂന്നിനെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കലാപരിപാടിയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ണിമൂന്നിന്റെ ഒരു സിനിമ മാർക്കോ തിയേറ്ററിൽ വം വിജയമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിമൂന്നിന്റെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് പറഞ്ഞവർ വരെ തിയേറ്ററിൽ കയറി ഉണ്ണിമൂന്നിന്റെ സിനിമ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പാൻ ഇന്ത്യ ലെവലിൽ നിങ്ങൾ ബുക്ക് മൈ ഷോ കയറി നോക്കിയിട്ട് ഓരോ സിറ്റി എടുത്ത് നോക്കുക നോർത്ത് ഇന്ത്യയിലോട്ട്, അവിടെയൊക്കെ ഉണ്ണിമൂന്നിന്റെ ഈ പടത്തിന് വലിയ രീതിയിൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദി പതിപ്പിന് വരെ വലിയ രീതിയിൽ ബുക്കിംഗ് നടക്കുന്നു. ഈ സിനിമയെ പറ്റി ഹിന്ദിയിലുള്ള പല നോർത്ത് ഇന്ത്യൻ വ്ളോഗേഴ്സും വമ്പൻ രീതിയിലുള്ള റിവ്യൂ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ സൈലന്റ് ആയിട്ട് നോർത്ത് ഇന്ത്യൻ മേഖലയിലൊക്കെ ഈ പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വമ്പ ഹിറ്റുമാണ് ഈ പടം. ഇതുവരെ ഉണ്ണിമൂന്നിൻ്റെയൊക്കെ തോളത്ത് കൈയിട്ടുണ്ട്. ഉണ്ണിമൂന്നിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന കുറേ ടീമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതിനകത്ത് ഒരാളാണ് ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. ഉണ്ണിമൂന്നൻ മാളികപ്പുറം സിനിമ ഇറങ്ങിയതിന് ശേഷം വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഉണ്ണിമൂന്നനെ വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ടിരുന്ന കുറച്ച് ടീമൊക്കെ ഉണ്ട്. ആ ടീമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുണ്ട്. ഭയങ്കര തീവ്രമായിട്ട് ഹിന്ദുത്വം പറയുന്ന ഒരാളാണ്. പുള്ളിക്കാരുടെ പോസ്റ്റിലൊക്കെ വലിയ വിയോജിപ്പ് എനിക്കുണ്ട്. ഞാൻ നേരത്തെയും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: സമാജം സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവൻ ജിഹാദിയുടെ കൂടെ കിടപ്പായി, സ്റ്റാർ അതിനായി ആഞ്ഞ ശ്രമത്തിലാണോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്നുള്ള രീതിയിലാണ് ഉണ്ണിമൂന്നിന് നേരെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, ഉണ്ണിമൂന്നിന്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു സമയത്ത് നല്ലൊരു പടം വന്നിട്ട് ആ പടത്തിലേക്ക് ആളുകൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ പടത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന, ഉണ്ണിമൂന്നിനെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കലാപരിപാടിയാണ് ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇപ്പം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് നല്ല കാലം വരാൻ നേരത്ത് പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പെ പോലൊരു കലാപരിപാടിയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ കുറച്ച് കലാപരിപാടി ഉണ്ട്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ കൃഷ്ണരാജിന്റെ പ്രൊഫൈൽ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഉണ്ട്. ഞാൻ ആ കമന്റ്സ് ഓരോന്ന് വായിക്കാം. ഒരു കമന്റ് ഇങ്ങനെയാണ്: ഹിന്ദുക്കളെ മുഴുവൻ തന്തയായിട്ട് സാറിനെ നിയമിച്ച കാര്യം അറിയാൻ വൈകി എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ട്. ഹിന്ദു എന്ത് ചെയ്യണമെന്ന് നീ പറയണ്ട, നിന്റെ പുഴുത്ത നാവിന്റെ പുര ജനം പുച്ഛിച്ച് തള്ളുകയാണ്, തിരിച്ചറിയാനുള്ള ബോധം പോലും നിനക്കില്ലാതെ പോയല്ലോ വർഗീയ കിഴവ എന്നുള്ള രീതിയിൽ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. വല്ലതും പറയണം, തന്തയ്ക്ക് വിളി കേൾക്കണം, കിടന്നുറങ്ങണം, ഒരു അഡ്വക്കേറ്റ് ജീവിതം എന്നുള്ള രീതിയിലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ചേട്ടാ, എല്ലാ ബഹുമാനത്തോടും കൂടി നിങ്ങൾ ഇപ്പോൾ ഇത്തിരി ഓവറാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാനൊരു മതേതരവാദിയൊന്നുമല്ല, എങ്കിലും നിങ്ങളിപ്പോൾ പറയുന്നതും മറുവശം ചെയ്യുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മുസ്ലിം വിശ്വാസിയായ പ്രൊഡ്യൂസറും ഡയറക്ടറും അവർ ഒരു കഥ കണ്ടെത്തി അത് സിനിമയാക്കാൻ തീരുമാനിച്ചു. അവർ അവരുടെ പണവും കഴിവും ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാൽ അത് വിജയിപ്പിക്കണം എന്നത് ആ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കുമാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിനാൽ ആ പടം ഇതുപോലെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മലയാള നടൻ ഉണ്ണിമൂന്തനാണെന്ന് 100% അവർ ഉറപ്പിച്ചു. ശേഷം അവർ ഉണ്ണിമൂന്തനുമായി സംസാരിച്ചു. ഉടൻ ഉണ്ണി മുകുന്ദൻ മറുപടി പറയണം, ഹിന്ദു സംവിധായകനും ഹിന്ദു നിർമ്മാതാവും നടത്തുന്ന സിനിമയിൽ മാത്രമേ അഭിനയിക്കൂ എന്ന മറുപടിയാണ് ഉണ്ണി മുകുന്ദനിൽ നിന്നും താങ്കൾ ആഗ്രഹിക്കുന്നത് അല്ലേ, എന്തുളയാടോ താൻ എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്. മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ചേട്ടാ, നിങ്ങളോട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ ബഹുമാനമുണ്ട്, അത് കളഞ്ഞു കുളിക്കരുത്. ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി താങ്കൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. പക്ഷേ ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ സുഹൃത്തായും അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്യുന്നതും തെറ്റായ കണ്ണിലൂടെ കാണുന്നത് അത് താങ്കൾ മാറ്റേണ്ടതാണ്. വർഗീയത ഒഴിവാക്കുക, ഒപ്പം നമ്മുടെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നവരെയും നശിപ്പിക്കാൻ നോക്കുന്നവരെയും നിയമം കൊണ്ട് നേരിടുക എന്നുള്ളത്. പുള്ളിക്കാരൻ്റെ ഒരു പക്ക ഫോളോവറാണ്. പുള്ളിക്കാരനെ തന്നെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. താനൊക്കെ വാ തുറക്കുന്നത് തന്നെ ഇമാതിരി വൃത്തികേട് പറയാനാണോ എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വരുന്നുണ്ട്. അയ്യോ, ഈ പോസ്റ്റ് വേണ്ടിയിരുന്നില്ല വക്കീലെ. ഈ പോസ്റ്റ് ഒരു തരത്തിൽ ആ സിനിമയുടെ പ്രൊമോഷനാണ് എന്നാണ് തോന്നിയത്. അല്ല സാറേ, താങ്കൾ ഇപ്പോൾ വാദിക്കുന്ന കോടതിയിൽ ഒരു മുസ്ലിം ജഡ്ജി വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? ജോലി നിർത്തി വീട്ടിലിരിക്കുമോ? ഉണ്ണിക്ക് ഭക്തിയുണ്ട്, അത് അയാൾ എവിടെയും പറയും. അയാളുടെ വിശ്വാസത്തെ അയാൾ എവിടെയും പണയം വെച്ചിട്ടില്ല. ഏതാ ഈ വേട്ടാവളിയൻ വക്കീൽ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ്റെ കടുത്ത ഫോളോവേഴ്സ് പോലും ഇത്തരത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ഉണ്ണിമൂന്തനോടൊപ്പമാണോ അതോ ഈ കൃഷ്ണരാജ് വക്കീലിന്റെ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം? ഉണ്ണിമൂന്തനോടൊപ്പമാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഉണ്ണി എന്നൊരു രേഖപ്പെടുക, അല്ലെങ്കിൽ കൃഷ്ണരാജ് വക്കീൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണരാജ് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉണ്ണിമൂന്തനെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ വലിയ രീതിയിൽ അവഹേളനം നേരിട്ട ഒരു വ്യക്തിയാണ്, ഒഴിച്ചു നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്, വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. സ്വന്തം വിശ്വാസപരമായിട്ട് ഉള്ള പോസ്റ്റ് ഇടാൻ നേരത്ത് കമന്റ് ബോക്സിൽ മറ്റ് നടന്മാർ വന്ന് കളിയാക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷന് ഷെയ്നികനെ പോലുള്ള ആൾക്കാർ വന്നിട്ട് ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് വെച്ചിട്ട് കളിയാക്കിയ വ്യക്തിയാണ്. അങ്ങനെ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ നേരിട്ടുകൊണ്ട് വന്നൊരു വ്യക്തിയാണ്. ഒരു സിനിമ ഇറങ്ങാൻ നേരത്ത് സംഘടിതമായി വന്ന ആൾക്കാർ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. മാളികപ്പുറം പോലൊരു സിനിമ ഇറങ്ങിയപ്പോൾ അത് ഭക്തിപ്പടമാണ് അല്ലെങ്കിൽ സമാജം സ്റ്റാർ ആണെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ആൾക്കാർ ആക്രമിച്ച വ്യക്തിയാണ്. നല്ല പടമായിരുന്നു.
മാളികപ്പുറം. അതുപോലെ മേപ്പടിയൻ എന്ന് പറഞ്ഞ പടം, ആ പടത്തിന്റെ സേവാഭാരതിയുടെ ആംബുലൻസ് കണ്ടു എന്നുള്ള പേരിൽ എന്തെല്ലാം തരത്തിലുള്ള സൈബർ ആക്രമണം ഒരു നല്ല പടത്തിന് പോലും നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ. അപ്പോൾ വലിയ രീതിയിൽ ആക്രമണം നേരിട്ട, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒപ്പം നിന്നു എന്നുള്ള പേരിൽ, ഒരു ചിത്രം എടുത്തു എന്നുള്ള പേരിലൊക്കെ വലിയ രീതിയിൽ ആക്രമണം നേരിട്ട, വലിയ രീതിയിൽ സിനിമയിൽ അവസരം നഷ്ടപ്പെട്ടു ഒരു നടനാണ്. ഇന്ന് കാലത്തിന്റെ കാവ്യനീതി എന്നുള്ള പോലെ ഉണ്ണിമുകുന്ദന് നല്ലൊരു പടം കിട്ടുന്നു, അത് പന്നെ ഹിറ്റാവുന്നു, ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നു. ഈ ഒരു സമയത്ത് അത് ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കൃഷ്ണരാജ് വക്കീലിനെ പോലുള്ള ആൾക്കാർ വന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കലാപരിപാടിയാണ് എനിക്ക് ഇതിൽ നിന്നും ഫീൽ ചെയ്യുന്നത്. അതായത് ഒരാളെ ഏറ്റവും നല്ല സമയത്ത് പിന്നിൽ നിന്ന് കുത്തുന്നവരെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കൃഷ്ണരാജ് വക്കീലിന്റെ പലതരത്തിലുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫഹദ് ഫാസിലും നസ്രിയും സുശാന്ത് ശ്യാം എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു കല്യാണത്തിൽ ഒരു അമ്പലത്തിൽ വരും. ഇവർ അമ്പലത്തിനുള്ളിലൊന്നും കയറിയില്ല, പുറത്ത് നമ്മൾ എല്ലായിടത്തും ഈ അമ്പലങ്ങളിലും ക്രിസ്ത്യൻ പള്ളികളിലും ഒക്കെ പോകാൻ നേരത്ത്, കല്യാണത്തിന് പോകാൻ നേരത്ത് ക്രിസ്ത്യൻ പള്ളിക്കുള്ളിലൊക്കെ പോയി നമ്മൾ കല്യാണം കാണും. അവിടെ ഒന്നും ആരും നമ്മളെ ഇറക്കി വിടാറില്ല. അതുപോലെ തന്നെയാണ് അമ്പലങ്ങളിലും. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു സ്പേസ് കാണും കല്യാണം നടത്തുന്നത്, അവിടെ എല്ലാവരും വരാറുണ്ട്, കല്യാണം കൂടാറുണ്ട്, പുറത്ത് ഭക്ഷണം കഴിക്കുന്ന സ്പേസ് ഉണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഇവിടെ ഫഹദ് ഫാസിലെയും നസ്രയും കണ്ടപ്പോൾ അതിനകത്ത് ഒരു വർഗീയത വെച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി പോസ്റ്റ് ഇട്ട ഒരാളാണ് ഈ കൃഷ്ണരാജ് വക്കീലിനെ പോലുള്ള ആൾക്കാർ. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള അപമാനമാണ് ഇതുപോലുള്ള ആൾക്കാർ ഇടുന്ന പോസ്റ്റുകൾ. എൻ്റെ വിഷയം ഇതൊന്നുമല്ല. ഉണ്ണിമുകുന്ദനെ പോലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളുണ്ട് കൂടെ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആള് ഉണ്ണിമുകുന്ദൻ്റെ ഒരു നല്ല സമയത്ത് പിന്നിൽ നിന്ന് കുത്തുന്ന കാണാൻ നേരത്ത് എന്തു മനുഷ്യരാണ് നിങ്ങൾ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.